ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ്. ക്ലാസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് പഠിക്കാനിരിക്കാന്ന് വിചാരിച്ചു. ഈ വരുന്ന ആഴ്ച കുറേ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ തലേ ദിവസം തന്നെ എന്തൊക്കെയാണ് ഈ ഒരു ആഴ്ച പഠിക്കാനുള്ളതെന്നൊക്കെ ഒരു ചെറുതായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കി ഇന്നത്തെ ദിവസം ഇപ്പം എന്ത് പഠിക്കും എന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ്. ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പരിപാടി എത്ര പഠിക്കാനുണ്ടെന്ന് ആദ്യം ഒരു ധാരണ വരുത്തും. ഇനിയിപ്പോൾ ഇതൊക്കെ പഠിച്ച് തീർക്കണ്ടേന്നൊക്കെ വിചാരിച്ച് ചാപ്റ്റർ തുടങ്ങും. ഈ ചാപ്റ്റർ തലേ ദിവസം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് ഹൈലൈറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്ന് തന്നെ വായിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് എല്ലാം ഒന്ന് വായിച്ച് നോക്കുകയാണ്. വായിക്കലേ നടക്കുന്നുള്ളൂ. പഠിക്കാന്ന് പറഞ്ഞ് പഠിക്കാൻ ഒരു സമയമില്ല. ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം ഫുൾ ഡേ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടേനും. അതായത് രാവിലെ പഠിക്കുക, ഉച്ചയ്ക്ക് പഠിക്കുക, ഫുഡ് കഴിക്കാൻ മാത്രം പോവുക, രാത്രി പഠിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ രാവിലെ കുറച്ചു നേരം പഠിച്ച് അതിനുശേഷം ഉച്ചയൊക്കെ ആവുമ്പോഴേക്കും എനിക്ക് പഠിക്കാൻ തീരെ പറ്റാണ്ടായി. എനിക്ക് ഉച്ചയ്ക്ക് തീരെ പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എക്സാം പ്രഷറും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പഠിക്കാൻ പറ്റുള്ളൂ എന്ന്. സംഭവം എക്സാം പ്രഷറാണ്. വീക്ക്ലി എല്ലാ ക്ലാസ്സുള്ള ദിവസവും എക്സാം ഉണ്ട്, പ്രഷറുണ്ട്. എന്നിട്ടും എന്താ എനിക്കിങ്ങനെ പഠിക്കാൻ പറ്റാത്തതെന്നുള്ള വിഷമത്തിലാണ് ഞാൻ. എനിക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ചാപ്റ്റർ പോലും എനിക്ക് ഒരു ദിവസം കംപ്ലീറ്റ് കിട്ടിയിട്ടും പഠിക്കാൻ പറ്റുന്നില്ല. സംഭവം കുഞ്ഞു ചാപ്റ്ററാണ്. പക്ഷേ ഞാൻ ഒരു സാധനം കൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കുക, ഇത് തന്നെ തീരെ പഠിക്കാൻ പറ്റുന്നില്ല, തീരെ നീങ്ങുന്നുമില്ല. അതെന്താണെന്നറിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ കുറച്ച് ബോറടിക്കും. അപ്പം ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കണം. പഠിക്കുന്നുമില്ല, സോൺ ഔട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആ സമയം വെറുതെ ഇരുന്ന് കയ്യിലേക്ക് റെയിൻബോ ഒക്കെ ആക്കി കളിച്ചു. പിന്നെ എനിക്ക് ഈ കഴിഞ്ഞ ബർത്ത്ഡേ അല്ല, അതിൻ്റെ മുന്നേത്തെ ബർത്ത്ഡേക്ക് കുറച്ച് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാക്കി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ പച്ച സാധനം ക്രിസ്മസിൻ്റെ സാധനമാണ്. അത് ഞാൻ ജസ്റ്റ് ഇതിൽ വെച്ചു എന്നേ ഉള്ളൂ. അത് ഫുള്ള് പൊടിയാണ്. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ എങ്ങാണ്ടാണ്. എൻ്റെ ചെറുപ്പത്തിലെ പിക്ചറും കാര്യമൊക്കെ വെച്ചിട്ട് ഒരു പോളറോയിഡ് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടെഡി ബിയർ ഉണ്ട്. ഇത് ന്യൂ ഇയറിൻ്റെ ഗിഫ്റ്റാണ്. ന്യൂ ഇയർ നമ്മൾ ന്യൂ ഇയർ ഫ്രണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഈവ ഉണ്ടാക്കി തന്ന ഗിഫ്റ്റാണ്. ഇതൊക്കെ ഇട്ട് വെച്ച ബോക്സും ഉണ്ടാക്കി തന്നതാണ്. ബർത്ത്ഡേക്ക് ഉണ്ടാക്കി തന്നതാണ് വൃന്ദ. ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര ടൈം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം എല്ലാം ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റാണ്. നമ്മൾ എവിടെയും പോയി വാങ്ങിച്ചിട്ട് ചെയ്യുന്ന സംഭവമല്ല. ഫുൾ ഹാൻഡ് മെയ്ഡായിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്ത് തരുന്ന ഗിഫ്റ്റാണ്. അത് നല്ല വാല്യൂ ആണ്. ഈ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് 2 ഇയേഴ്സ് ബാക്ക് തന്നതാണ്. 2 വർഷം മുന്നേ തന്നതാണ്. ഇതിലാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ഒരു ബൊക്കെ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മൈ ഫ്രണ്ട്സ് ആർ വെരി ക്രിയേറ്റീവ് പീപ്പിൾ. ആ ഡീറ്റെയിൽസ് ഒക്കെ നോക്ക്. കുഞ്ഞു ഷെല്ലൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ. എനിക്കൊന്നും പറയാനില്ല. ഇത് ഞാൻ അന്ന് ന്യൂ ഇയറിന് ഓപ്പൺ ചെയ്തിട്ട് ഇന്നാണ് പിന്നെ ഓപ്പൺ ചെയ്തത്. എനിക്ക് ആ സെയിം എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളത്. പോളറോയിഡ്സ് ഒക്കെ വൃന്ദ തന്നതാണ്. പിന്നെ ആ ലെറ്റർ അൻഷിബി തന്നതാണ്. ഇതും വൃന്ദ തന്നതാണ്. ഓപ്പൺ ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, എൻ്റെ വേറൊരു ഗിഫ്റ്റും ഉണ്ട്. നീയ തന്നിട്ടുണ്ട് വേറെ ഗിഫ്റ്റ്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇല്ലാണ്ടായി. ഇപ്പോൾ അത് വേറൊരു ബോക്സിലാണ്. അതാണെങ്കിൽ ഈ വീട്ടിലില്ല. എന്ത് ചെറിയ സാധനം കണ്ടാലും അത് വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് എല്ലാം കാണാനും. ഇത് അൻഷീൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലാണ്. അൻഷി എന്ത് ഗിഫ്റ്റ് തരുമ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക് കിസ്സസ് ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഇത് ആ കെട്ട് കുടുങ്ങിപ്പോയി. അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിൽ കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ആ സംഭവമൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. ഞാൻ ചെയ്തതല്ല, എനിക്ക് ചെയ്ത് തന്നതാണ്. ഓണപ്പരിപാടീൻ്റെ സാരിയോ കൊടുത്തിട്ടുള്ള പിക്കാണ്. വൃന്ദ തന്നതാണത്. കുറേ മെസ്സേജും കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നീയേൻ്റെ അൻഷിൻ്റെ കുറച്ച് ഗിഫ്റ്റ്സ് മിസ്സിങ് ആണ്. അതൊക്കെ വേറൊരു ബോക്സിലാണുള്ളത്. അത് ഇവിടെ ഇല്ല. എൻ്റെ ഫേവറേറ്റ് കളർ യെല്ലോ ആയതുകൊണ്ട് യെല്ലോ ബേസ് ചെയ്തിട്ടുള്ള ഡോളും കപ്പും അങ്ങനെയൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം.
ആ 10 മിനിറ്റ്സ് ബ്രേക്കിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. ഇത് സംഭവം ഞാൻ ഓപ്പൺ ചെയ്തത് ആ പച്ച സാധനം ഇല്ലേ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല സാധനങ്ങളും നല്ല കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. ഇപ്പം ഞാൻ പഠിക്കാൻ ഇരുന്നിട്ടുണ്ട്, പക്ഷേ ഇരിക്കുന്ന സ്റ്റൈലൊക്കെ മാറിപ്പോയിട്ടുണ്ട്. രാവിലെയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചയായി. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വേറെ എടുത്തിട്ട് പിന്നെയും പഠിക്കാനിരുന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് എനിക്ക് തീരെ നീങ്ങുന്നില്ല. നമ്മൾ ഫസ്റ്റ് രാവിലെ തുടങ്ങിയ ചാപ്റ്ററും കൊണ്ടാണ് ഞാൻ ഈ ഉച്ച കഴിഞ്ഞിട്ടും ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു സ്ഥലമൊന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പഠിക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഉമ്മരത്തേക്ക് പോയി അവിടെ ഇരുന്ന് കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ പോലെ ഞാൻ ന്യൂസ് പ്രിൻറ്റിലേക്ക് കുറച്ച് നോട്ട്സ് പോലും ഒന്നും എഴുതുന്നില്ല. കാരണം ഇതൊക്കെ ഇപ്പം പഠിച്ച് തീരാനാന്നുള്ള രീതിക്കാണ് ഞാൻ പഠിക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ട് 3 ചാപ്റ്റർ വേറെ. ഈ ഫസ്റ്റ് തുടങ്ങിയ ചാപ്റ്റർ ഇതുവരെ തീർന്നിട്ടുമില്ല. ഇനി രാത്രിയായി. ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനി 3 ചാപ്റ്റർ പെൻഡിങ് ആണ്. ഞാൻ ഒരു ദിവസം എടുത്തിട്ടാണ് ആ ഫസ്റ്റ് ചാപ്റ്റർ തീർത്തത്. ഇപ്പം രാത്രി ആയിട്ട് ഇനി 3 ചാപ്റ്റർ ഒരുമിച്ച് എനിക്ക് തീർക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം 2 ചാപ്റ്റർ പഠിക്കാം, എന്നിട്ട് ഒരു ചാപ്റ്റർ രാവിലത്തേക്ക് മാറ്റി വെക്കാമെന്ന്. അപ്പോൾ വൈകുന്നേരം ഇപ്പം ഏത് ചാപ്റ്റർ പഠിക്കും, ഏത് ചാപ്റ്ററാണ് പഠിക്കാൻ പറ്റുക, അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സെലക്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. വേഗം തീർത്താൽ വേഗം കിടന്നുറങ്ങാം, എന്നിട്ട് രാവിലെ എണീറ്റിട്ട് വീണ്ടും പഠിക്കണം. അപ്പം ഞാൻ വേഗം എല്ലാം ഓടിച്ച് വായിച്ച് പഠിക്കുകയാണ്. ഹൈലൈറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ഹൈലൈറ്റ് ചെയ്തങ്ങ് പോകുന്നുണ്ട്, പിന്നെ വായിക്കാനുള്ളൊരു സമയമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത പാക്കിംഗ് വീഡിയോന് നല്ല കുറേ റെസ്പോൺസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ പാക്കിംഗ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സും ഡെലിവേർഡായി കിട്ടിയവർ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ, സ്റ്റിക്കേഴ്സ് അല്ലാന്ന് മറ്റേ ആ സംഭവം ഞാൻ പ്രീവിയസ് ആയിട്ട് കൊടുത്ത സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കലണ്ടേഴ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഈ ചാപ്റ്റർ തീരാനായി. ആ ലാസ്റ്റ് സെക്ഷനാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലാസ്റ്റ് സെക്ഷൻ വായിക്കുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ് അല്ല, ഇത് തീർന്നല്ലോ എന്നുള്ള രീതിക്ക് വായിച്ച് തീർക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പെൻഡിങ് ആയിട്ട് 2 ചാപ്റ്റർ ഉണ്ട്. ഇന്ന് പഠിക്കാൻ ഇനി ഒരു ചാപ്റ്റർ, അത് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ ഓടിച്ച് വായിച്ച് ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇതൊക്കെ ഇനി എപ്പം ഞാൻ റിവൈസ് ചെയ്യാനാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് റിവൈസ് ചെയ്യണം. ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് തന്നെ സ്റ്റഡി വ്ളോഗ്സൊക്കെ പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് കുറേ കമൻസൊക്കെ ഉണ്ട്. എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ പഠിച്ചാലല്ലേ സ്റ്റഡി വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ. ഈ കലണ്ടറിൻ്റെ ഓർഡറും കൂടി ഉള്ളതുകൊണ്ട് അതിലായി പോകുന്നുണ്ട് ഞാൻ എൻ്റെ കുറേ ശ്രദ്ധ. അപ്പോൾ പിന്നെ എനിക്ക് പഠിത്തത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരണം. പക്ഷേങ്കിൽ എനിക്ക് എഫക്റ്റീവ് ആവുന്നുണ്ട് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കുറച്ചുകൂടി പഠിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ സ്റ്റഡി വ്ളോഗിന് കുറേ വ്യൂസ് വന്നിട്ടുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ വ്യൂസിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ സ്റ്റഡി വ്ളോഗിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും സ്റ്റഡി വ്ളോഗിൻ്റെയോടാണ് താല്പര്യം. എനിക്കും ബെനിഫിറ്റാണ്. സ്റ്റഡി വ്ളോഗ് എടുക്കുമ്പോൾ ഞാൻ പഠിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഇനിയും സ്റ്റഡി വ്ളോഗൊക്കെ എടുക്കാം. പിന്നെ ഡെയിലി വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതെനിക്ക് സത്യം പറഞ്ഞാൽ പ്രഷറാവും. എനിക്ക് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ എടുത്ത് അതൊക്കെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഈ എടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടേ അങ്ങനത്തെ ഒരു പ്രഷറിൽ ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പം പ്രഷർ വന്നാൽ എനിക്ക് ശരിയാവില്ല. അതാണ് കുറച്ച് ടൈം എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. എന്നാലും ഞാൻ വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ ഇപ്പോൾ വീഡിയോ ഇടലുണ്ട്. ഇതാണെങ്കിൽ ഈ വീക്കിൽ 2nd വീഡിയോ ആണ്. അപ്പം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടല്ലോ. അന്ന് രാത്രി ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് 2nd ഡേ മോർണിംഗ് ആണ്. അതായത് ഇനി ഒരു ചാപ്റ്റർ പെൻഡിങ് ആണ്. രാവിലെ പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ച ചാപ്റ്റർ പഠിക്കണം. ഞാൻ കാപ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് പാലൊഴിച്ച കാപ്പിയാണ്, കട്ടൻ കാപ്പിയല്ല. കുളിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത് രാത്രി പഠിച്ച ചാപ്റ്റേഴ്സിനെക്കാട്ടും കുറച്ചുകൂടെ സിമ്പിളാണ്. രാവിലെ ആണല്ലോ, ഇനിയിപ്പോൾ ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് വേണം ക്ലാസ്സിലേക്ക് പോകാൻ. അപ്പം അധികം സമയമില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പോലെ തന്നെ ആസ് യൂഷ്വൽ വായിച്ചു പോകുന്നുണ്ട്, അണ്ടർലൈൻ ചെയ്ത് പോകുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അത്ര തന്നെ. പിന്നെ ഞാൻ ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അത്രയും സന്തോഷം ഉള്ളതുകൊണ്ടാണ് ഇട്ടത്. ഞാൻ ഒരിക്കലും അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെയും കൂടെ എനിക്കൊരു മെസ്സേജ് വന്നു, സ്റ്റാറി നൈറ്റ് കണ്ടപ്പോൾ എന്നെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പം തന്നെ ഞാൻ വേഗം വന്ന മെസ്സേജൊക്കെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടതാണ്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് സ്റ്റാറി നൈറ്റ്. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം വേറൊരാൾ കാണുമ്പോൾ എന്നെ ഓർമ്മ വരുന്നു എന്ന് പറയുമ്പം അതിലും വലിയ വേറൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ടത്. ഐ വാസ് സോ ഹാപ്പി. വെയിലൊക്കെ വന്നിട്ടുണ്ട്, സമയം ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്കും പോകണം. അപ്പോൾ ഞാനിതുവരെ പഠിച്ചു തീർന്നിട്ടുമില്ല. ഈ ഒരു ടൈം ലാപ്സ് കണ്ടാൽ മനസ്സിലാവും. ആദ്യം സൂര്യൻ്റെ അധികം ലൈറ്റൊന്നും വന്നിട്ടില്ല, പിന്നെ അത് കൂടിക്കൂടി വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം കഴിയാനായി പോയിട്ടുണ്ട്. 2 പേജോ അങ്ങനെ എന്തൊക്കെയുള്ളൂ. എന്നാലും കഴിഞ്ഞിട്ടില്ല.
ആദ്യത്തെ പോലെ തന്നെ അണ്ടർലൈനിങ്ങും ഹൈലൈറ്റിങ്ങും. പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഇരുത്തത്തിൻ്റെ സ്റ്റൈലൊക്കെ മാറി വരും. ഇനിയിപ്പം ഞാൻ മാത്രമാണോ എന്നറിയില്ല, എനിക്ക് എൻ്റെ കാര്യമല്ലേ അറിയൂ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എന്തോ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെറുതെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ആകെ ഒരു പ്രോബ്ലമാണ് അതിലുള്ളൂ. അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എക്സാമിന് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഇപ്പോഴേ അറിയാം. പിന്നെ ഇതാ ബാഗൊക്കെ പാക്ക് ചെയ്ത് ക്ലാസ്സിലേക്ക് പോകാൻ നോക്കുകയാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ക്ലാസ്സിലേക്ക് ഞാൻ പുറപ്പെട്ട് ഇതാ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടു സബ്സ്ക്രൈബ്. ബൈ.